നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. നമ്മളെല്ലാം ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, രത്തൻ ടാറ്റയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ടാറ്റ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ട്രസ്റ്റാണ്. എത്രയോ വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയായ, ഏറ്റവും ഹോണസ്റ്റായ, ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത്. നമ്മളെല്ലാം രത്തൻ ടാറ്റയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് നമുക്കെല്ലാം വലിയൊരു ആരാധനയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക ശക്തിയാവണമെന്നും ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടണമെന്നും വിശ്വസിക്കുന്ന ചുരുക്കം ചില ബിസിനസ്സുകാരിൽ ഒരാളാണ് ശ്രീ രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു ബിസിനസ്സുകാരനല്ല, ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, ടാറ്റ ഗ്രൂപ്പിൻ്റെ വലിയൊരു മാർജിൻ, പ്രോഫിറ്റിൻ്റെ വലിയൊരു മാർജിൻ അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ സക്സസ്ഫുൾ ആയ ഒരു കമ്പനി സക്സസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിച്ചാലല്ല, അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ പരാജയത്തിൽ നിന്ന് അവരെങ്ങനെയാണ് കരകയറി സക്സസ്സിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് എന്നതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളിന്ന് റോഡുകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെതായിട്ട് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് കാറുകൾ കാണാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് അവർ പാസഞ്ചർ കാർ ബിസിനസ്സിലേക്ക് തിരിയുന്നത് 1998-ലാണ്. രത്തൻ ടാറ്റയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു പാസഞ്ചർ കാർ ബിസിനസ് ഇന്ത്യയിൽ തുടങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുമാണ് ടാറ്റ ഗ്രൂപ്പ് ഇങ്ങനൊരു പാസഞ്ചർ കാർ ബിസിനസ്സിലേക്ക് തിരിയുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനത്തെ വിമർശിച്ചിരുന്നു. ഇത് നിങ്ങൾക്ക് വലിയൊരു ലോസ് വരുത്തി വയ്ക്കും, ഇത് കമ്പനിയെ തന്നെ ബാധിക്കും എന്ന തരത്തിൽ അദ്ദേഹത്തെ പലരും വിലക്കിയിരുന്നു. എന്നാൽ ആ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായങ്ങളൊന്നും വകവയ്ക്കാതെ അദ്ദേഹം സ്വന്തം താല്പര്യപ്രകാരമാണ് ഈ ഒരു പാസഞ്ചർ കാർ ബിസിനസ്സിലേക്ക് തിരിയുന്നത്. എന്നാൽ ആ വിമർശകർ എന്താണോ പറഞ്ഞത് അതൊരു വർഷത്തിനുള്ളിൽ തന്നെ നടപ്പിലായി. ടാറ്റയുടെ കാർ ബിസിനസ് സമ്പൂർണ്ണമായൊരു പരാജയത്തിലേക്ക് പോയി. അതിൻ്റെ ഒരു ലോസ് കമ്പനിയെ തന്നെ ബാധിക്കാമെന്ന തരത്തിലെത്തിയപ്പോൾ ടാറ്റ തീരുമാനിച്ചു ഈ ഒരു കാർ ബിസിനസ് വിൽക്കാം, എന്നിട്ട് മറ്റുള്ള ബിസിനസ്സുകളിലേക്ക് ഫോക്കസ് ചെയ്യാമെന്നൊരു തീരുമാനത്തിൽ അദ്ദേഹം എത്തുകയും ഫോർഡിന് ഈ ഒരു കാർ ബിസിനസ് വിൽക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഫോർഡ് എന്ന് പറയുന്നത് വലിയൊരു കാർ കമ്പനിയാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കാനായിട്ട്, ഈ ഒരു കാർ ബിസിനസ് വിൽക്കാനായിട്ട് ഫോർഡ് ഒഫീഷ്യൽസിനെ കാണാനായിട്ട് ടാറ്റ പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹം എന്താണോ വിചാരിച്ചത് അതിൻ്റെ നേർ വിപരീതമായ കാര്യങ്ങളാണ് ആ ഒരു മീറ്റിങ്ങിൽ നടന്നത്. ഫോർഡ് ഒഫീഷ്യൽസ് ടാറ്റയെ അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. തങ്ങളെന്തോ വലിയൊരു സുപ്പീരിയറാണ്, ടാറ്റ തങ്ങളെക്കാളും ഇൻഫീരിയർ ആണെന്ന തരത്തിലായിരുന്നു അവരുടെ പെരുമാറ്റം. മാത്രമല്ല, അദ്ദേഹത്തെ അവർ പരിഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയാതെ എന്തിനാണ് ഇതിലേക്ക് ചാടി പുറപ്പെട്ടത്, അതുകൊണ്ടാണ് ഇങ്ങനൊരു നഷ്ടം വന്നത് എന്ന തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുകയൊക്കെ ചെയ്തു. നമുക്കറിയാം, ടാറ്റ എന്ന് പറയുന്നത് വലിയൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം അപമാനിതനായി. ഈ ഒരു ഡീൽ ഉറപ്പിക്കാതെ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഇവർക്കൊരു മറുപടി കൊടുക്കാനായിട്ട് ആ ഒരു കാർ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് രത്തൻ ടാറ്റ തീരുമാനിച്ചു. ഇൻഡിക എന്ന് പറഞ്ഞ കാറാണ് ടാറ്റ ഗ്രൂപ്പ് ആദ്യമായിട്ട് വിപണിയിൽ എത്തിച്ചത്. അതിന് ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസും ഒരുപാട് ഫ്ലോസും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ആ കാർ ഏറ്റെടുക്കാതിരുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു കാറിന് പിറകിലുണ്ടായിരുന്ന ടീം എന്ന് പറയുന്നത് കൂടുതലായിട്ടും വലിയ വലിയ ബസ്സുകളും വലിയ വലിയ ട്രക്കുകളൊക്കെ നിർമ്മിച്ചിരുന്നവരായിരുന്നു. അവർക്കൊരു കാർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവോ പരിജ്ഞാനമോ പരിചയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് റീസ്ട്രക്ചർ ചെയ്ത് ഈ ഒരു ഇതിലെ ഫ്ലോസിനെ കുറിച്ചെല്ലാം പഠിച്ച് ഒരുപാട് ടൈമും എനർജിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ ഇൻഡിക വേർഷൻ 2 എന്ന് പറയുന്ന കാറ് ടാറ്റ ഗ്രൂപ്പ് വിപണിയിൽ എത്തിച്ചു. ഈ ഒരു കാർ വലിയൊരു ഇൻസ്റ്റൻറ്റ് ഹിറ്റായിട്ട് മാറുകയും ജനങ്ങൾക്കിടയിൽ ഒരു വലിയൊരു സ്വീകാര്യതയും പ്രീതിയും ഈ കാർ നേടിയെടുക്കുകയും ചെയ്തു. അതിലൂടെ വലിയൊരു പ്രോഫിറ്റാണ് ഈ ഒരു കാറിലൂടെ ടാറ്റ ഗ്രൂപ്പിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. മാർക്കറ്റിൻ്റെ 30% ഷെയർ ഈ ഒരു കാറിലൂടെ ടാറ്റ ഗ്രൂപ്പിന് സ്വന്തമായി. അതിനുശേഷം ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള കാറുകൾ അവർ നിർമ്മിച്ചു. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് വരെ അവരുടെ ലെഗസി എത്തി നിൽക്കുന്നു. അപ്പോഴും ഫോർഡിൻ്റെ അപമാനം അദ്ദേഹം മറന്നിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം 2008 നമുക്ക് എല്ലാം അറിയാം, ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോയ വർഷമാണ് 2008. ലോകത്തിലെ പല വൻ കമ്പനികളും വലിയ രീതിയിലുള്ള കടക്കെണിയിലേക്കും സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും കൂപ്പകുത്തുകയുണ്ടായി. ഫോർഡും വലിയ രീതിയിലുള്ള കടക്കെണിയിലേക്ക് ആ വർഷം പോയി. അതുകൊണ്ട് തന്നെ ഫോർഡിൻ്റെ കീഴിലുള്ള 2 ഡിവിഷൻസ്, 2 ഓപ്പറേഷൻസ്, ലാൻഡ് റോവറും ജാഗ്വറും കമ്പനികൾ അവർ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. ആ ഒരു സമയത്ത് രത്തൻ ടാറ്റ 2 കമ്പനികളും ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നു. ലൈഫിൻ്റെ ഒരു സർക്കിൾ നോക്കണം. അന്ന് അപമാനിച്ച് ഇറക്കി വിട്ടവരുടെ കമ്പനികൾ വർഷങ്ങൾക്കിപ്പുറം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സ്വന്തമാക്കാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വരികയാണ്. ആ ഒരു സമയത്തും അദ്ദേഹത്തെ പലരും വിമർശിച്ചിരുന്നു. എന്തിനാണ് ഈ കടക്കണിയിലേക്ക് പോകുന്ന 2 കമ്പനികൾ താങ്കൾ സ്വന്തമാക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പലരും വിമർശിച്ചിരുന്നു. എന്നാൽ നമുക്ക് ഇന്നറിയാം എത്രമാത്രം ജനപ്രീതിയാണ് ഈ 2 കാർ കമ്പനികൾക്കും ഉള്ളതെന്ന്, അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന കാറുകൾക്ക് ഉള്ളതെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, രത്തൻ ടാറ്റയുടെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ, നമുക്ക് ലൈഫിൽ എന്ത് നേടാൻ സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുക്കുന്നതാണ് ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി.
രത്തൻ ടാറ്റയുടെ ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ലൈഫിലെ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാം എന്നതാണ് രത്തൻ ടാറ്റയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. തുടർന്നും ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.